ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദൈവം സ്വർഗത്തിൽ എന്തു വാഴക്കയാണ് ചെയ്യാൻ പോകുന്നത്? കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു വീഡിയോയാണ് നമ്മുടെ പ്രിയങ്കരനായ സന്തോഷ് ജോർജ് കുളങ്ങര. അദ്ദേഹത്തെ നാം വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നമുക്കൊക്കെയും കാണാമറയത്ത് കിടക്കുന്ന രാജ്യങ്ങളിൽ ചെന്ന് വിവിധ തരത്തിലുള്ള വിവിധ സംസ്കാരങ്ങളിൽ ജീവിക്കുന്ന വിവിധ ഗോത്രങ്ങളിൽപ്പെട്ട വിവിധ ഭൂപ്രകൃതികളുള്ള ദേശങ്ങളിൽ കടന്നു ചെന്ന് അവിടുത്തെ ദൃശ്യങ്ങളെല്ലാം പകർത്തി നമ്മളുടെ മുന്നിലെത്തിച്ച നമ്മുടെ പ്രിയങ്കരനായ സന്തോഷ് ജോർജ് കുളങ്ങര, അദ്ദേഹത്തിൻ്റെ ചില വിലയിരുത്തലുകളും താൻ ഗ്രഹിച്ചതായ ചില ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി താൻ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങൾ, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളിൽ എന്തൊക്കെയോ ചില ഘനമേറിയ ആശയങ്ങളുണ്ട് എന്നാണ് തൻ്റെ ഒരു ധാരണയെന്ന് ആ ഇരിപ്പും ഭാവവും അവതരണമൊക്കെ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. താൻ ചോദിച്ച ചോദ്യം ഒന്നല്ല, രണ്ടല്ല, പല ചോദ്യങ്ങളാണ് ആ വീഡിയോയിലൂടെ ജനം അഭിമുഖീകരിച്ചിട്ടുള്ളത്. താൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെയോ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ വിശ്വാസത്തെയോ കുറച്ച് കാണിച്ച് അതിനകത്ത് അവതരിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സർവ്വമതങ്ങളെയും അല്ലെങ്കിൽ സർവ്വ ഈശ്വര വിശ്വാസങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് തന്നെ തൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളെ ചോദ്യരൂപേണ അവതരിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഞാനൊരു ഈശ്വര വിശ്വാസി എന്ന നിലയിൽ മതത്തിൻ്റെ ആളല്ല, മറിച്ച് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കാൻ ചില കാരണങ്ങളും ഉള്ളതുകൊണ്ടും എനിക്കിത് മറുപടി കൊടുക്കാതെ കണ്ണടച്ച് കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങരയോട് വളരെ ബഹുമാനം പുലർത്തിക്കൊണ്ട് തന്നെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ആ ചോദ്യം നമുക്കൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. സയൻസിൽ എല്ലാ കാര്യത്തിനും തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ? ഈ മതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ട്? ഇപ്പോൾ ഉദാഹരണം, ശാസ്ത്രം എല്ലാ കാര്യങ്ങൾക്കും തെളിവ് വച്ചിട്ടുണ്ട്. എന്നാൽ മതം ഏതെങ്കിലും ഒരു കാര്യത്തിന് തെളിവ് വച്ചിട്ടുണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ഇന്ന് ശാസ്ത്രം വളരെ ഉയർച്ചയിൽ നിൽക്കുന്നൊരു കാലഘട്ടമാണ്. ദിനം തോറും നൂതന സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചുകൊണ്ട് ശാസ്ത്രം അതിൻ്റെ അഭിമാനത്തിൻ്റെ ശിരസ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നൊരു കാലമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അത്തരത്തിലുള്ളൊരു കാലഘട്ടത്തിൽ ഈ പഴഞ്ചൻ കഥകളെ വിവരിക്കുന്ന മതപുരാണ ഗ്രന്ഥങ്ങളെ അവഗണിച്ച് കളയുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ നാം ചില കാര്യങ്ങൾ സമൂഹത്തോട് അറിയിക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ ചില ആഴമേറിയ ചിന്താഗതികൾ എന്താണെന്ന് തരംതിരിച്ച് മനസ്സിലാക്കുന്നവരും നമ്മുടെ ശ്രോതാക്കളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇദ്ദേഹം ഇവിടെ മതത്തെയും ശാസ്ത്രത്തെയും താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ചിന്തയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുവരെ ശാസ്ത്രം അവകാശപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യയെക്കുറിച്ചോ ഏതെങ്കിലും ഒരു തത്വത്തെക്കുറിച്ച് ശാസ്ത്രം പറയുന്നുവെങ്കിൽ അതിന് തെളിവ് നിരത്തുവാൻ ശാസ്ത്രത്തിൻ്റെ പക്ഷത്ത് ഉണ്ട്. എന്നാൽ മതങ്ങളിൽ പറയുന്ന കാര്യങ്ങളെ ഏതെങ്കിലും ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് തൻ്റെ ചോദ്യം. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയോട് എനിക്ക് ആദ്യം പറയാനുള്ള ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, മതം എന്നുള്ളത് എല്ലായ്പ്പോഴും വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന കാര്യമാണ്. അത് ഹൈന്ദവ മതമാകട്ടെ, ഇസ്ലാം മതമാകട്ടെ, ക്രൈസ്തവ മതമാകട്ടെ, എന്തുമാകട്ടെ, എല്ലാം വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന കാര്യമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് താങ്കൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ അബദ്ധ ചോദ്യം സമൂഹത്തോട് ചോദിക്കത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു വിലയിരുത്തൽ ഞാൻ അവതരിപ്പിക്കാം. വിശുദ്ധ ബൈബിൾ വിശ്വാസത്തെക്കുറിച്ച് നല്ലൊരു ഡെഫിനിഷൻ തരുന്നുണ്ട്. അതെല്ലാവർക്കും സ്വീകാര്യമല്ല എങ്കിൽ എനിക്കും താങ്കൾക്കും സർവ്വമാനവകുലത്തിനും ഒരേപോലെ അംഗീകരിക്കാനാകുന്ന ഒരു ചിന്ത ഞാൻ ഇട്ട് തരാം.
ഞാൻ താങ്കളുടെ ഒരു അടുത്ത സുഹൃത്താണെന്ന് കരുതുക. നമ്മൾ തമ്മിൽ വളരെ വിശ്വാസമുള്ളവരും നുണ പറഞ്ഞ് ചതിക്കുകയോ വഞ്ചിക്കുകയോ ഇല്ല എന്നുള്ള ഉറപ്പുള്ള ഒരു സൗഹൃദ ബന്ധമുള്ള നമ്മൾ രണ്ടുപേര്. ഞാൻ വന്ന് താങ്കളോട് എനിക്ക് 1,00,000 രൂപ കടം തരാമോ, ഒരു 3 മാസങ്ങൾ കഴിയുമ്പോൾ ഞാൻ തിരികെ തരാം, എനിക്ക് കടമായി തരാമോ എന്ന് ചോദിച്ചപ്പോൾ താങ്കളുടെ പക്കൽ പണമുണ്ട്. താങ്കൾ എന്നോട് പറയുകയാണ്, ഞാൻ പണം തരാം, പക്ഷേ എനിക്ക് 2 ചെക്ക് ലീഫുകളും ഒരു മുദ്രപത്രവും ഒപ്പിട്ട് തരണം എന്ന് പറയുന്നു. അപ്പോൾ ഞാനൊന്ന് ചിന്തിക്കും, അയ്യോ, ഞങ്ങൾ തമ്മിൽ വലിയൊരു വിശ്വാസ ബന്ധം ഞങ്ങളുടെ നടുവിലുണ്ട്, ഇതുവരെ ഞങ്ങൾ അങ്ങും ഇങ്ങും ചതിച്ചിട്ടില്ല. പക്ഷേ സുഹൃത്തെ, താങ്കൾ എന്നോട് എന്തിനാ ചെക്കും പത്രവും ചോദിച്ചത്? എന്നെ വിശ്വാസമില്ലേ? അല്ല, ഞാൻ സാധാരണഗതിയിൽ ഞാനത് ചോദിക്കും, എന്നെ വിശ്വാസമില്ലേ? അപ്പോൾ താങ്കൾ പറയുന്നു, എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാ ചെക്കും പത്രവും വാങ്ങിച്ചേ? വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ചെക്കും പത്രവും? ഒന്ന് ചിന്തിച്ചേ സ്നേഹിത, നമ്മൾ തമ്മിലുള്ള ഈ വായ്പ ഏർപ്പാടിനിടയിൽ താങ്കൾക്ക് എന്നോട് ഒരു വിശ്വാസം ഉണ്ട് എന്നുള്ളതിൻ്റെ മതിപ്പിലാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ താങ്കൾ പറയുന്നു, എനിക്ക് ചെക്കും പത്രവും തരണം എന്ന്. അപ്പോൾ എൻ്റെ ചോദ്യം, എന്നോട് വിശ്വാസമില്ല, എന്താണ് നമ്മൾ തമ്മിലുള്ള വിശ്വാസത്തിനിടയിൽ ഈ ചെക്കും പത്രവും വരുത്തിയ ആ ഒരു അകൽച്ച എന്താണ്? ഇത്രേ ഉള്ളൂ സഹോദരൻ എൻ്റെ കാര്യം. എൻ്റെ ചെക്കും പത്രവും താങ്കളുടെ കയ്യിൽ വന്നതിന് ശേഷമാണ് എനിക്ക് പണം തരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നെ വിശ്വാസമല്ല എന്നാണ്. അപ്പോൾ എന്നോടുള്ള വിശ്വാസത്തിനെ നീക്കിക്കളയുവാൻ ഈ ചെക്കിനും പത്രത്തിനും കഴിഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, യാതൊരു തെളിവുമില്ലാതെ, യാതൊരു രേഖയുമില്ലാതെ, ആരുടെയും സാക്ഷ്യമില്ലാതെ താങ്കൾ കണ്ണുമടച്ച് എനിക്ക് 1,00,000 രൂപ എടുത്ത് തന്നാലാണ് താങ്കൾ എന്നെ വിശ്വസിച്ചു എന്ന് എനിക്ക് ഉറപ്പാക്കാനും താങ്കൾക്ക് ബോധ്യമാകാനും കഴിയത്തുള്ളൂ. അതായത് എൻ്റെ കയ്യിൽ നിന്ന് 2 ചെക്ക് ലീഫുകളും ഒരു മുദ്രപത്രവും ഒപ്പിട്ട് വാങ്ങിച്ചതിന് ശേഷം എനിക്ക് പണം തന്നിട്ട് എനിക്ക് തന്നോട് ഭയങ്കര വിശ്വാസം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞാനത് എങ്ങനെ വിശ്വസിക്കും? മനസ്സിലായോ ബ്രദർ സന്തോഷ് കുളങ്ങര? അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് യാതൊരു തെളിവുകളും യാതൊരു രേഖകളോ ആരുടെയും സാക്ഷ്യമോ ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യത്തിനാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് വളരെ വ്യക്തമായി പറയുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലാണ്, ബൈബിൾ എന്ന് പറയുന്ന വേദപുസ്തകത്തിലാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം എന്നൊരു പുസ്തകം അതിനകത്തുണ്ട്. ആ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ പറയുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിൽ വരുന്ന വലിയൊരു ആശ, ഒരു പ്രതീക്ഷ, അതിനെക്കുറിച്ചുള്ളൊരു ഉറപ്പാണ്. അത് യാതൊന്നിൻ്റെയും തെളിവ് കണ്ടിട്ടല്ല, ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ആണ് എങ്കിൽ അതിന് വിശ്വാസമെന്ന് പറയാൻ അല്പം ബുദ്ധിമുട്ടാണ്. ഞാൻ അതിന് മറ്റൊരു തെളിവും കൂടെ ഞാൻ മുമ്പിലേക്ക് വയ്ക്കാം സഹോദര. താങ്കൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയുന്നത്. ഞാൻ താങ്കളുടെ 2 കണ്ണുകളും വന്ന് പൊത്തിപ്പിടിച്ചു. എന്നിട്ട് താങ്കളോട് പറയുകയാണ്, നല്ലൊരു മയിൽ ഇതാ താങ്കളുടെ മുന്നിൽ വന്ന് നിന്ന് പീലി വിടർത്തി നൃത്തമാടുന്നു എന്ന് പറയുമ്പോൾ താങ്കൾ ചേട്ടാ, ഇവിടെ അങ്ങനെ മയിൽ വരാൻ സാധ്യതയില്ലല്ലോ. പക്ഷെ ഞാൻ പറയുകയാണ്, എൻ്റെ സ്നേഹിത സന്തോഷ്, ഞാനല്ലേ പറയുന്നേ, നമ്മൾ തമ്മിൽ നല്ലൊരു വിശ്വാസമില്ലേ? താങ്കൾക്ക് എന്നെയും എനിക്ക് താങ്കളെയും വിശ്വാസം, ഇതുവരെ നമ്മൾ നുണ പറഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, ആ എന്നോടുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കൾ അതുകൊണ്ട് വിശ്വസിക്കുന്നു. ഉടനെ ഞാൻ താങ്കളുടെ കണ്ണ് മറച്ചു പിടിച്ചിരിക്കുന്ന എൻ്റെ കരങ്ങൾ നീക്കം ചെയ്തപ്പോൾ ഇതാ മയിൽ പീലി വിടർത്തി മുന്നിൽ നിൽക്കുന്നതായി കാണുന്നു. ഇനി താങ്കളത് വിശ്വസിക്കുകയാണോ അതോ ഞാൻ പറഞ്ഞ കാര്യം താങ്കൾ അംഗീകരിക്കുകയാണോ ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഞാൻ കൈകൊണ്ട് മറച്ചു വെച്ചിരുന്ന ആ മറയം കൊണ്ട് നീക്കിക്കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് താങ്കൾ വിശ്വസിക്കുകയല്ല ചെയ്തത്,
മറിച്ച് താങ്കളുടെ കണ്ണുകൾ രണ്ടും ഞാൻ പൊത്തിപ്പിടിച്ചതിന് ശേഷം താങ്കളുടെ മുന്നിലൊരു മയിൽ പീലി വിടർത്തി നൃത്തമാടുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനെ വിശ്വസിച്ചതാണ് വിശ്വാസമെന്ന് പറയുന്നത്. മറ്റതങ്ങനെയല്ല. എനിക്ക് ബോധ്യമായി കേട്ടോ, ഞാനത് അംഗീകരിച്ചു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഭാഷ എങ്ങനെയാണ് സഹോദര. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്ന് പറഞ്ഞാൽ കണ്ണ് പൊത്തുപിടിച്ചപ്പോൾ താങ്കളത് കണ്ടില്ല. ആ കാണാതെ തന്നെ ഞാൻ പറഞ്ഞ വാക്കുകളെ സ്വീകരിക്കുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടാണ് അതിനെ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതൊരു വിശ്വാസമെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ കാണാത്ത ഒരു കാര്യം, അതാണ് വിശ്വാസം. ബ്രദർ സന്തോഷ്, ഞാൻ താങ്കളോട് വാങ്ങിച്ച 1,00,000 രൂപ 3 മാസം കഴിയുമ്പോൾ തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ ഒരു ഈടുമില്ല, മുദ്രപത്രവുമില്ല, ചെക്കുമില്ല, എഗ്രിമെൻറ്റുമില്ല, പ്രോമിസറി നോട്ടും ഒന്നുമില്ലാതെ എൻ്റെ വാക്കിനെ വിശ്വസിച്ച് തരുന്നതിനാണ് വിശ്വാസമെന്ന് പറയുന്നത്. അപ്പോൾ നിൽക്കട്ടെ, ഇനി ശാസ്ത്രം എന്ന് പറയുന്നതിന് താങ്കൾക്ക് ഒരു ഡെഫിനേഷൻ തരാമോ? ഞാൻ പറയുന്ന വിശ്വാസത്തിന് ഞാൻ ഡെഫിനേഷൻ തന്നു, ശാസ്ത്രത്തിന് താങ്കൾക്കൊരു ഡെഫിനേഷൻ തരാമോ? ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം പറയാം. ഞാൻ ഉദാഹരണം നമ്മുടെ മൈക്കൽ ഫാരഡയെ എടുക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. ഈ പച്ച ഇരുമ്പിന് അതിന് ചുറ്റും കോപ്പറിൻ്റെ കമ്പി ഇങ്ങനെ വൈൻഡ് ചെയ്തിട്ട് ഒരു പ്രത്യേക അളവ് ഇത്ര ചുറ്റ് എന്ന് തൻ്റെ മനസ്സിൽ വന്നു. താൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചുറ്റിയിട്ട് അതിൻ്റെ എൻഡുകൾ ഇങ്ങനെ ഘടിപ്പിക്കണമെന്ന് കരുതി താനത് ഘടിപ്പിച്ചു. ഒരു ആർമച്ചർ ആക്കി എടുത്തിട്ട് ഒരു മാഗ്നറ്റ് റൗണ്ടിനകത്തിട്ട് അത് കറക്കിയപ്പോൾ അതിനകത്തൂടെ അതിൽ നിന്നും വിദ്യശക്തി വരും എന്നൊരു പ്രതീക്ഷ, ഒരു ചിന്ത തൻ്റെ മനസ്സിൽ വന്നു. തൻ്റെ മനസ്സിലുണ്ടായ ചിന്തയെ താൻ ഒരു പരീക്ഷണശാലയിൽ കയറ്റി അത് പ്രാവർത്തികമാക്കി ഒന്ന് ശ്രമിച്ചു നോക്കി. പച്ച ഇരുമ്പെടുത്തു, ഇരുമ്പ് കോപ്പർ അതിനകത്തോട് ചുറ്റി ഈ പറഞ്ഞ വിധത്തിൽ ഒരു ആർമച്ചർ രൂപത്തിൽ അതുണ്ടാക്കിയെടുത്തിട്ട് മാഗ്നറ്റ് ഇട്ട് കറക്കിയപ്പോൾ കറണ്ട് വന്നു. അപ്പോൾ തനിക്ക് ബോധ്യമായി തൻ്റെ മനസ്സിൽ വന്ന ചിന്തയെ താൻ ഒരു നിരീക്ഷണത്തിന് വിധേയമാക്കി അതിലൊരു നിഗമനത്തിലെത്തിച്ചപ്പോൾ തന്നിലുണ്ടായ നിരൂപണം ഒരു യാഥാർത്ഥ്യമായി മാറി. അതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു ഉദാഹരണം എനിക്ക് മനസ്സിലാക്കി തരാം എനിക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ തൻ്റെ മനസ്സിലുണ്ടായ ചിന്തയെ താൻ നിരീക്ഷണത്തിലൂടെ അതിനെ തെളിയിച്ച് കഴിഞ്ഞപ്പോഴാണ്, ആ തെളിയിച്ച വിധത്തെയാണ് അതിൻ്റെ ശാസ്ത്രീയത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസവും ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം ആദ്യം മനസ്സിലാക്കുക. മനസ്സിൽ വന്നൊരു കാര്യത്തെ യാതൊരു തെളിവുകളുമില്ലാതെ അതിനെ സ്വീകരിക്കുന്നതാണ്, അതിനൊരു ഉറപ്പ് വരുത്തുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യത്തെ സ്വീകരിക്കുമ്പോൾ അതിന് വിശ്വാസമെന്നല്ല പറയുന്നത്. അങ്ങനെയാണ് ശാസ്ത്രങ്ങളെല്ലാം കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ താങ്കൾക്ക് മനസ്സിലായല്ലോ, മതത്തെയും ശാസ്ത്രത്തെയും താരതമ്യപ്പെടുത്തി ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കുക, മതം എപ്പോഴും വിശ്വാസത്തിന് അധിഷ്ഠിതമായി പോകുന്നതാണ്. അത് കണ്ടിട്ടുള്ള കാര്യമല്ല. കണ്ടിട്ടുള്ള കാര്യമാണെങ്കിൽ വിശ്വാസം എന്നൊരു വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയത്തില്ല സ്നേഹിത. ശരി, താങ്കളുടെ അടുത്തൊരു ചിന്താഗതി ഇതിനോട് ചേർത്ത് വെച്ചൊന്ന് പറയട്ടെ. താങ്കൾ പറഞ്ഞ മറ്റൊരാശയമുണ്ടല്ലോ, ഈ ത്രികാലജ്ഞാനികളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അവരാരെങ്കിലും ഈ ഇൻ്റർനെറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഇലക്ട്രിക് ട്രെയിനിനെ കുറിച്ചോ അതല്ല ഈ ബഹിരാകാശ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്കൾ ചോദിച്ചില്ലേ? അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഈ മതത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരെയൊക്കെ നമ്മൾ പലപ്പോഴും വിളിക്കുന്ന ത്രികാലജ്ഞാനികൾ എന്നാണ്, അല്ലേ? എല്ലാ കാലത്തെയും ഈ ഒരു ത്രികാലജ്ഞാനിയും ഒരു ഇലക്ട്രിക് ട്രെയിനെ കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല. ഇൻ്റർനെറ്റിനെ കുറിച്ച് വർത്തമാനം പറഞ്ഞ് ഒരു ത്രികാലജ്ഞാനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ബഹിരാകാശ യാത്രയെക്കുറിച്ച് പറഞ്ഞ ഒരു ത്രികാലജ്ഞാനിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പം വേണേൽ ന്യായീകരിക്കാം, നമ്മൾ ആകാശയാത്ര നടത്തിയത് അതിൻ്റെ പേരിലായിരുന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ ഉരുണ്ട് കളിക്കുക അതിനകത്ത് കിടന്ന്. അതൊന്നും അല്ലെന്ന് നമുക്കൊക്കെ അറിയാം, അല്ലേ? ഇത് വളച്ചു കെട്ടി പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ അതിലെ ആദ്യത്തെ ഭാഗമായി ഇൻ്റർനെറ്റ് തന്നെ എടുക്കാം. താങ്കളുടെ ചോദ്യം,
ഈ ത്രികാലജ്ഞാനികളായിരിക്കുന്ന, അതായത് ഞാൻ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എഴുതിയ എഴുത്തുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്. ഇവരാരെങ്കിലും ഇൻ്റർനെറ്റിനെ ഭാവനയിൽ കണ്ടോ? അല്ലെങ്കിൽ അവർ വിളിച്ചു പറഞ്ഞാൽ സ്വപ്നം കണ്ടിരുന്നോ? ഇതാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ സ്നേഹിത, ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഈ ആശയം ഇന്ന് യാഥാർത്ഥ്യമായതുകൊണ്ടാണല്ലോ താങ്കൾ എവിടെയോ ഇരുന്ന് ആരുടെയോ മുമ്പിൽ ഇരുന്ന് പറഞ്ഞ ഒരു വിഡ്ഢിത്തം ഇന്ന് ഞങ്ങളൊക്കെ ഇത് കേൾക്കാനും അതിൻ്റെ മറുപടിയായി ഞാൻ എൻ്റെ മുറിക്കകത്തിരുന്ന് പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ കേൾക്കാനുമെല്ലാം അതിൻ്റെ പിന്നിൽ കാരണം ഇൻ്റർനെറ്റ് ആണല്ലോ. ഈ ഇൻ്റർനെറ്റ് യാഥാർത്ഥ്യമായിട്ട് എത്ര വർഷമായി? എന്നാൽ ഇന്നേക്ക് ഏകദേശം 19 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യേശുവിൻ്റെ ശിഷ്യനായിരുന്ന ഒരു യോഹന്നാൻ എന്ന് പറയുന്ന അപ്പോസ്തലൻ, താൻ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിലെ അവസാന ഒരു ലേഖനം, ഒരു ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം. ആ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിലുള്ള സംഭവം പറയുന്നുണ്ട്. ഇത് എന്ന് എഴുതിയതാണെന്നറിയാമോ? ഇന്നേക്ക് 19 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതിയതാണ്. അവിടെ ഒരു മഹാനഗരം, അതിന് സോദോമെന്നും മിസ്രൈമെന്നാണ് വിശേഷിപ്പിച്ച് പേര് പറഞ്ഞിരിക്കുന്നത്. ആ മഹാനഗരത്തിൽ 2 വ്യക്തികളുടെ ശവശരീരങ്ങൾ കിടക്കും. 3.5 ദിവസം കൊണ്ട് ലോകത്തിലുള്ള സകല ഭാഷക്കാരും സകല വംശക്കാരും ആ ശവശരീരം കാണും. 19 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ച ഈ വചനഭാഗം അന്നത് വായിച്ചവർക്ക് ആർക്കെങ്കിലും അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണോ സഹോദര സന്തോഷ്? 100 വർഷം കഴിഞ്ഞിട്ട് വായിച്ചവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇവിടെ മിസ്രൈമിൽ കിടക്കുന്ന, അല്ലെങ്കിൽ സോദോം എന്ന് പറയുന്ന സ്ഥലത്ത് കിടക്കുന്ന 2 വ്യക്തികളുടെ ശവശരീരം 3.5 ദിവസം കൊണ്ട് ലോകത്തിലുള്ള സകല ജനങ്ങൾ കാണുമെന്ന് പറഞ്ഞാൽ ഇതെന്തൊരു വിഡ്ഢിത്തരമാണ്. യോഹന്നാൻ കണ്ട ലോകം എന്ത് ലോകമാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഇന്ന് താങ്കൾ ഇത് ചോദിച്ചല്ലോ ഈ മതവിശ്വാസത്തോടുള്ള ബന്ധത്തിൽ, അതേപോലെ വീറോടെ ആരെങ്കിലും ഇതൊന്ന് ചോദിച്ചാൽ ആ ചോദ്യകർത്താവിൻ്റെ കൂടെ കൂടുവാൻ 10,000-ങ്ങളല്ല ലക്ഷങ്ങൾ കാണില്ലേ? ഉണ്ട്. എന്നാൽ സഹോദര, താങ്കൾ എവിടെയോ ഇരുന്ന് പറഞ്ഞൊരു കാര്യം എൻ്റെ മുമ്പിലെത്തിയെങ്കിൽ ഇതെല്ലാം ലൈവായി കാണാൻ കഴിയുമെന്ന് ഉറപ്പായില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ പ്രാചീന കാലത്ത് ഈ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം സ്വപ്നം പോലും കാണാൻ കഴിയുമെന്ന് താങ്കൾ ചോദിച്ചില്ലേ? ത്രികാലജ്ഞാനികൾക്ക് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന കാര്യം സ്വപ്നം കാണാൻ പോലും കഴിഞ്ഞുവെന്ന് ചോദിച്ചില്ലേ? ആ സ്വപ്നം പോലും കാണുവാൻ കഴിയാതിരുന്നൊരു കാലഘട്ടത്തിൽ ഈ യോഹന്നാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇത്തരത്തിലൊരു കാര്യം സധൈര്യം വിളിച്ചു പറയണമെങ്കിൽ തന്നെ കൊണ്ടിത് പറയിപ്പിച്ച പ്രേരക ശക്തി എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലായോ സഹോദര സന്തോഷ്? യോഹന്നാൻ അബദ്ധത്തിൽ വെച്ച് എഴുതിയെന്നോ? യോഹന്നാൻ എന്തോ മനസ്സിൻ്റെ നിയന്ത്രണം വിട്ട് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അന്ന് വിളിച്ച് പറഞ്ഞ കാര്യം ഇന്നത് യാഥാർത്ഥ്യമായെങ്കിൽ ഈ ഇൻ്റർനെറ്റ് അന്ന് യോഹന്നാൻ തൻ്റെ ആത്മാവിലത് കണ്ടു എന്ന് ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാനാകുമോ സന്തോഷ് ജോർജ് കുളങ്ങര? മാത്രമല്ല, അതിൻ്റെ 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, പ്രതിമ സംസാരിക്കുന്നു എന്നെഴുതിയത് ഇന്നേക്ക് 19 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ച ഗ്രന്ഥത്തിൽ പറയുന്നു, സംസാരിക്കുന്ന പ്രതിമ. ബ്രദർ സന്തോഷ് കുളങ്ങര, താങ്കൾ ഇന്നേക്കൊരു 18 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ ഈ സംസാരിക്കുന്ന പ്രതിമ എന്നുള്ള വാക്യം എടുത്തിട്ട് വിശുദ്ധ ബൈബിളിനെ താങ്കൾ വളരെ പരിഹസിച്ച് വിട്ടിത്തരങ്ങളുടെ കൂമ്പാരമാണ് ബൈബിൾ എന്ന് പറഞ്ഞ് താങ്കൾ ഒരു പ്രസ്താവന നടത്തിയാൽ ജനകോടികൾ താങ്കളെ ഉണ്ടായിരിക്കുമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. തെറ്റുണ്ടോ? ഇവിടെ പ്രതിമ സംസാരിക്കുന്നു എന്നോ? എൻ്റെ പൊന്നു യോഹന്നാനെ, ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ സമൂഹത്തിലേക്ക് അടിച്ച് ഏൽപ്പിക്കല്ലേ. ബ്രദർ സന്തോഷ് കുളങ്ങര, ഇന്നേക്ക് 19 നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതി വെച്ച ആ വചനഭാഗം ഞാൻ താങ്കളുടെ മുമ്പിൽ നിന്ന് വായിച്ചാൽ താങ്കൾക്ക് പറയാൻ ധൈര്യമുണ്ടോ ഇത് വിഡ്ഢിത്തരമാണെന്ന്, പ്രതിമ സംസാരിക്കുമെന്ന്? അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇന്നേക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയ ഒരു ദൈവവിശ്വാസിയോടാണ് താങ്കൾ ഇത് ഈ വാക്യമെടുത്ത് ചൂണ്ടിക്കാണിച്ച് ഇതേ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ആ പാവങ്ങൾ മൗനമായി തലകുനിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് താങ്കൾക്ക് ധൈര്യമുണ്ടോ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ഈ വാക്യം പറഞ്ഞ് എന്നോട് ചോദിക്കാൻ ധൈര്യമുണ്ടോ? സംസാരിക്കുന്ന പ്രതിമ എന്നുള്ളൊരു വിഡ്ഢിത്തം
ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ ചോദിക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ സഹോദര. അന്ന് ചോദ്യകർത്താവ് ശിരസ്സുയർത്തിപ്പിടിച്ച് ചോദിച്ചിരുന്നുവെങ്കിൽ അതേ ചോദ്യത്തിന് മുന്നിൽ ഇന്നത്തെ ചോദ്യകർത്താവ് തലകുനിക്കേണ്ടി വരുമെങ്കിൽ താങ്കൾ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ, വരും നാളുകളിൽ ഈ ചോദ്യകർത്താവ് ചില യാഥാർത്ഥ്യങ്ങളുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരും എന്നുള്ള കാര്യം താങ്കൾ കുറിച്ചിട്ടോ? അപ്പോൾ ഈ ഇൻ്റർനെറ്റും ഈ റോബോട്ടും ഈ സംസാരിക്കുന്ന പ്രതിമയൊക്കെ ദീർഘവീക്ഷണത്തിൽ ആത്മാവിൽ കണ്ട് വിളിച്ചു പറഞ്ഞ ഭക്തരാൽ എഴുതപ്പെട്ടതാണ് സഹോദര വിശുദ്ധ ബൈബിൾ. തീർന്നില്ല. ഈ ഇൻ്റർനെറ്റും ഈ റോബോട്ടും ഒക്കെ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണ്ടേ? വേണമല്ലോ. ഈ കറണ്ട് കണ്ടുപിടിച്ചിട്ട് എത്ര നാളായി? 2 നൂറ്റാണ്ട് കഴിഞ്ഞു അല്ലേ? എന്നാൽ ഇന്നേക്ക് 5500 വർഷങ്ങൾക്ക് മുൻപ് ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെക്കുറിച്ച് അറിയണമെങ്കിൽ വിശുദ്ധ ബൈബിൾ വായിക്കുക. അദ്ദേഹം തൻ്റെ പുസ്തകത്തിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തി എന്ന് പറഞ്ഞാൽ മലയിടുക്കുകളിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തെ ചോരാതെ അതിനെ തടഞ്ഞു നിർത്തി. ഇതേപോലെ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള എൻ്റെ തൊട്ടടുത്തുള്ളൊരു ഡാമാണത്. ഞങ്ങളുടെ ഹൈ റേഞ്ചിൻ്റെ മലയോര പ്രദേശങ്ങളിൽ പെയ്തു വീഴുന്ന വെള്ളത്തെ ചോരാതെ വണ്ണം അടച്ചു നിർത്തിയിട്ട് അവിടെ നിന്ന് വെള്ളമെടുത്ത് അത് ടണൽ വഴിയെ കൊണ്ടുപോയി അകലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന പവർ ഹൗസിലെ ഡൈനോമയെ കറക്കുവാൻ ഉപയോഗിക്കുന്നു. അത് കറക്കിയപ്പോൾ അതിനകത്ത് മറഞ്ഞിരുന്ന ഗുപ്തമായിരുന്ന വിദ്യശക്തി പുറത്തു കൊണ്ടുവന്നു. എന്നാൽ ഈ ശാസ്ത്രസത്യം എഴുതി വച്ചിട്ട് 5500 വർഷങ്ങളോളമായി സഹോദര. അവർ നീരൊഴുക്കുകളെ ചോരാതെ വണ്ണം അടച്ചു നിർത്തി ഗുപ്തമായതിനെ വെളിച്ചത്ത് കൊണ്ടുവന്നു, മറഞ്ഞിരുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവന്നു, ആരും കാണാതിരുന്നതിനെ വെളിച്ചത്ത് കൊണ്ടുവന്നു. അതല്ലേ സഹോദര വിദ്യശക്തി? വിദ്യശക്തി എന്ന് പറയാൻ പോലും മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ ഉദിച്ചു വരുന്നതിന് മുൻപേ തന്നെ ഈ ആശയത്തെ സധൈര്യം എഴുതി വയ്ക്കുവാൻ ഇയ്യോബ് എന്ന് പറയുന്ന മനുഷ്യനെ അന്നത്തെ പ്രാചീന കാലത്ത് പ്രേരിപ്പിച്ചുവെങ്കിൽ സഹോദര, തനിക്ക് കൊടുത്ത പ്രേരക ശക്തി എന്താണെന്ന് സന്തോഷ് കുളങ്ങര താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത്. തീർന്നില്ല. പത്രോസിനെ കുറിച്ചറിയാമോ? താൻ തൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മൂലപദാർത്ഥങ്ങൾ കത്തി എഴിയും. ശാസ്ത്രത്തിന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാതിരുന്ന ഒരു ആശയമായിരുന്നു പത്രോസ് പറഞ്ഞത്. ഒടുവിൽ പത്രോസിനെ അവഹേളിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: മൂലപദാർത്ഥങ്ങൾ കത്തി എഴിയുന്നു. ഇത് നടക്കത്തില്ല പത്രോസേ. അല്ലേലും പത്രോസ് പള്ളിക്കുളത്തിൻ്റെ പടിവാതിൽ കാണാത്ത പത്രോസ് നടക്കുവാൻ പ്രായമായ കാലം മുതൽ വലയുമെടുത്ത് കടലിലൂടെ പോയി കടലിലെ തിരമാലയോട് കൂട്ടുകൂടി നടന്ന പത്രോസ് എന്ത് ശാസ്ത്രം വിളിച്ചു പറയാൻ? സഹോദര സന്തോഷ് കുളങ്ങര 1842 ഡിസംബർ മാസം 2-ാം തീയതി അമേരിക്കയിലുള്ള ചിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഈ ആറ്റത്തെ വിഭജിച്ചപ്പോൾ അന്നത്തെ ശാസ്ത്രജ്ഞന്മാർ തങ്ങളുടെ വാക്കുകളെ തിരുത്തി എഴുതി. പക്ഷെ ബൈബിളിലെ വചനത്തെ ആത്മപ്രേരിതമായി പത്രോസ് എഴുതിയ വാക്യത്തെയോ പത്രോസ് പറഞ്ഞ പ്രസ്താവനയോ അല്ല, ശാസ്ത്രജ്ഞന്മാർ തങ്ങളുടെ പ്രസ്താവന തിരുത്തി എഴുതി. അബദ്ധം പറ്റിയത് പത്രോസിനല്ല, ഞങ്ങൾക്കാണെന്ന്. ഇനിയുണ്ട് സഹോദര യാഥാർത്ഥ്യങ്ങൾ പലതും പറയുവാൻ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അടുത്ത താങ്കളുടെ ചോദ്യത്തിലേക്ക് കടന്നു വരാം. ഇന്ന് ലോകത്തിലാകമാനം ഉപയോഗിക്കുന്ന കപ്പൽ ചാനലുകളുണ്ടല്ലോ, സമുദ്രത്തിലൊരു മാർഗം. ഇതിൻ്റെ ഉപജ്ഞാതാവെന്ന് പറയുന്നത് മാത്യു ഫൗണ്ടൻ മോറി. അദ്ദേഹം ഒരിക്കൽ രോഗിയായി കിടക്കുന്ന സമയത്ത് തൻ്റെ മകനോട് പറഞ്ഞു, പുസ്തകമെടുത്ത് എന്നെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. ധാരാളം പുസ്തകങ്ങളടങ്ങിയ ആ ഷെൽഫിൽ നിന്നും ഏത് പുസ്തകമാണ് ഡാഡിക്ക് വേണ്ടതെന്ന് ചോദിക്കാതെ നോട്ടത്തിലൂടെ തന്നെ ആശയം ഗ്രഹിച്ച മകൻ കൊണ്ട് കരങ്ങളിൽ കൊടുത്തത് വിശുദ്ധ ബൈബിൾ. വിടർത്തി വായിച്ചപ്പോൾ ലഭിച്ചത് സങ്കീർത്തനം 8. വാക്യങ്ങൾ ഒന്നൊന്നായി വായിച്ചു വന്നപ്പോൾ കണ്ണിലുടക്കിയത് വചനഭാഗം 8. സമുദ്രമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സകലതിനെയും. മോനെ ഒന്നും കൂടി വായിച്ചേ. സമുദ്രമാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന സകലത്തിനെയും.
ആ സമുദ്രമാർഗങ്ങളിൽ വിശുദ്ധ ബൈബിളിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു മാറ്റവുമില്ല എന്ന് ഗ്രഹിച്ച അദ്ദേഹം തൻ്റെ മനസ്സിലൊരു തീരുമാനമെടുത്ത് എൻ്റെ രോഗത്തിന് സുഖമായാൽ എൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം സമുദ്രത്തിലുള്ള മാർഗത്തെക്കുറിച്ചുള്ള അന്വേഷണമായിരിക്കുമെന്ന് ചിന്തിച്ച മാത്യു ഫൗണ്ടൻ മോറി അത് യാഥാർത്ഥ്യമാക്കിയതിൻ്റെ വെളിച്ചത്തിലാണ് സഹോദര ഇന്ന് കപ്പൽ ചാനലുകൾ വരച്ചെടുക്കുവാൻ പര്യാപ്തമായി തീർന്നത്. അപ്പോൾ ഈ 2-3 കാര്യങ്ങൾ ഞാൻ ഒതുക്കുകയാണ്. ഇനി ഇരുന്ന് പറയാൻ ധാരാളം ശാസ്ത്ര സത്യങ്ങളുണ്ട്. തങ്ങളുടെ അടുത്തൊരു ചോദ്യമാണ്, ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ബഹിരാകാശം ത്രികാല ജ്ഞാനികൾ ആരെങ്കിലും സ്വപ്നം കണ്ടു സ്നേഹിത. വിശുദ്ധ ബൈബിളിൽ ഒബദ്യാവ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നീ കഴുകന്മാരെ പോലെ പറന്നുയർന്നാലും എന്ന് പറഞ്ഞാൽ ചിറക് വെച്ച് പറക്കുന്ന കാര്യമല്ല പറയുന്നത്. നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും നിന്നെ അവിടുന്ന് താഴെ ഇറക്കും. സഹോദര, നൂതന ശാസ്ത്ര സാങ്കേതിക കണ്ടുപിടുത്തങ്ങളുടെ ശാസ്ത്രം അതിൻ്റെ അഭിമാനത്തിൻ്റെ കൊടുമുടിയിൽ അതിൻ്റെ ശിരസുയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ താങ്കളുടെ വീക്ഷണത്തിൽ വിഡ്ഢിത്തങ്ങളുടെ കലവറയെന്ന് താങ്കൾ വിശേഷിപ്പിക്കുന്ന വചനമോ ബൈബിളിലോ അല്ലെങ്കിൽ പഴഞ്ചൻ കഥകളെ വിവരിക്കുന്ന പുരാതന ഗ്രന്ഥമെന്നും എഴുതി തള്ളി മാറ്റുന്ന വിശുദ്ധ ബൈബിളിൽ അന്ന് പറഞ്ഞു, നീ കഴുകന്മാരെ പോലെ പറന്നുയർന്നു നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും. ഇതൊക്കെ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് ദൈവം പറയുക, നിന്നെയൊക്കെ വലിച്ച് താഴെയിടുമെന്ന്. അപ്പോൾ ശാസ്ത്രമേ, നീ അങ്ങ് മുകളിൽ കയറുന്നതിന് മുൻപ്, കയറാൻ പ്ലാൻ ചെയ്യുന്നതിന് മുൻപ്, കയറുവാൻ ശ്രമിക്കുന്നതിന് മുൻപ് നിന്നെ വലിച്ച് താഴെ വിടൂ എന്ന യാഥാർത്ഥ്യം പറഞ്ഞതാണ് വിശുദ്ധ ബൈബിൾ. പിന്നെ ശാസ്ത്രത്തിന് നേട്ടമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ ശാസ്ത്രീയ കാര്യങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള ബുദ്ധി അതും കൂടി ദൈവം മനുഷ്യൻ്റെ തലച്ചോറിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു വൃക്ഷത്തിൻ്റെയും ഫലം അതേ വൃക്ഷത്തെ ഉളവാക്കാനുള്ള വിത്തുകൾ അടക്കി തന്നെയാണ് നിൽക്കുന്നത്. അറിയാലോ, തെങ്ങിൽ നിന്ന് തേങ്ങ പറിച്ചാൽ, ഞാൻ നിന്നെ ഇത്ര നേരം ചുമന്നുകൊണ്ട് നടന്ന് ഞാനാണ് നിന്നേക്കാൾ വലിയവൻ, അതുകൊണ്ട് നീ എന്നെ ഇട്ടേച്ച് പോകട്ടെ, എന്താ തേങ്ങ ഒരു വാക്കുപോലും മര്യാദ പറയാതെ പോകണമെന്ന് ചോദിക്കുമ്പോൾ തേങ്ങ തിരിച്ച് പറയുക, എടാ തെങ്ങേ, ഞാൻ ഇന്ന് നിൻ്റെ മുകളിലാണ് കായ്ച്ചെങ്കിലും നിൻ്റെ അടിയിൽ എന്നെപ്പോലൊരു തേങ്ങ ഉണ്ടായിരുന്നു, നിനക്കറിയാമോ? സഹോദര സന്തോഷ് കുളങ്ങര, ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോൾ ഇത് എന്തിൽ ബേസ് ചെയ്ത് നിന്നാണ് സംസാരിക്കുന്നുള്ളൊരു ബോധം ഉള്ളിലുണ്ടാകണം. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞ് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയാനുണ്ടാകും. പക്ഷെ ഞാൻ മടങ്ങി വരട്ടെ. ബഹിരാകാശ യാത്രയെക്കുറിച്ച് സ്വപ്നം കാണാതെയാണോ നീ കഴുകന്മാരെ പോലെ ചിറകുരിച്ച് പയർന്നാലും നീ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുകൂട്ടിയാലും അവിടുന്ന് താഴെ ഇറക്കുമെന്ന് പറഞ്ഞത്? ഇതൊന്നും ഭാവനയിൽ കാണാതെയാണെന്ന് തോന്നുന്നുണ്ടോ സഹോദര? അപ്പോൾ ശാസ്ത്രം ഭയങ്കര പുരോഗമനക്ക. ഞാൻ ചോദിക്കട്ടെ, 2-3 വിധത്തിൽ നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് വിലയിരുത്താം. ഒന്ന് നമ്മുടെ വൈദ്യശാസ്ത്രം. ഇന്നൊരു രോഗി കേരളത്തിൽ കിടന്നാൽ അമേരിക്കയിൽ നിന്നുകൊണ്ട് ഒരു ഡോക്ടർക്ക് അദ്ദേഹത്തെ ചികിത്സിക്കാൻ കഴിയും. ശാസ്ത്രത്തിൻ്റെ പുരോഗതി. ഏതൊരു രോഗവുമായി ചെന്നാൽ കണ്ടുപിടിച്ച് ചികിത്സിച്ച് സൗഖ്യമാക്കുവാൻ കഴിയും. ശാസ്ത്രത്തിൻ്റെ പുരോഗതി സമ്മതിച്ചിരിക്കുക. ഇനിയൊന്ന് ചോദിക്കട്ടെ സഹോദര, ഈ ശാസ്ത്രം അങ്ങോട്ട് പുരോഗമിച്ചതിൻ്റെ ഭരണഫലമായി വിശ്വാസത്തോടു കൂടി ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് കിടന്നു കൊടുക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ കിഡ്നി ഒരെണ്ണം കാണത്തില്ല. ശാസ്ത്രത്തിൻ്റെ പുരോഗതി കേട്ടോ. ശാസ്ത്രം ഗുണം തന്നപ്പോൾ മനുഷ്യന് ദോഷം മറുസൈഡിലൂടെ വിളമ്പി. ക്രിസ്തീയ മതത്തിൻ്റെ ഏത് വിശ്വാസമാണ് സഹോദര സമൂഹത്തിന് ദോഷം ചെയ്തത്? പണ്ടൊക്കെ പച്ചമീൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൊണ്ട് നടന്ന് വിൽക്കും, പിന്നെ അത് ചീഞ്ഞു, അതുകൊണ്ട് ഓടയിൽ തള്ളും. ഇന്ന് അങ്ങനെയാണോ? ആഴ്ചകൾ മാസങ്ങൾ വരെയിട്ട് കളിക്കുകയല്ലേ. എന്താ ശാസ്ത്രത്തിൻ്റെ പുരോഗമനം? ചില പ്രത്യേക കെമിക്കലുകൾ കണ്ടുപിടിച്ചപ്പോൾ 1.5 വർഷമായ മത്തിക്ക് 1 ദിവസത്തെ പഴക്കം പോലും ഇല്ല. തൊട്ട് നോക്കിയാൽ ശാസ്ത്രത്തിൻ്റെ പുരോഗതി. ഇതും വാങ്ങിച്ച് തിന്നിട്ട് നേരെ വയറുവേദന എന്ന് പറഞ്ഞൊരു ആശുപത്രി ചെല്ലുമ്പോഴോ
അവിടെ ഇത് ഞാൻ കാണിച്ചു തരാം, നോക്കിക്കോ. ഞാനൊരു ആശുപത്രി പോയതാണ്, ഞങ്ങളുടെ അടിമാലി ടൗണിൽ ബസ് സ്റ്റാൻഡിലേക്ക് ഇറങ്ങുന്ന വഴി. അടിമാലിക്കാർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയില്ല. അതിന് നേരെ ഓപ്പോസിറ്റ് ഒരു ലാബുണ്ട്, ഒരു ബാങ്കൊക്കെ ആ ബിൽഡിങ്ങിലുണ്ട്. ലാബിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ വെറുതെ എൻ്റെ ശരീരത്തിനൊരു ചൊറിച്ചിൽ വന്നു വെറുതെ ഒന്ന് പോയതാണ്. ചെന്നപ്പോൾ അതേ ഒരു 12 വർഷം എന്നെ കിടത്താൻ ചികിത്സിക്കാൻ വേണ്ടി ഒരു പ്ലാനിൽ ഒരു ചാർട്ടുമായിട്ട് വന്നേ, ഒരു 8-10 പേജുള്ള ഒരു ബുക്കൊക്കെ ആയിട്ട് വന്നേക്കുന്നത്. എൻ്റെ പേരെഴുതുന്നു, എല്ലാ സകലവും എഴുതി, ആധാർ നമ്പർ വരെ എഴുതി എടുത്തു. അന്നത്തെ ദിവസം എനിക്ക് തന്ന മരുന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കൊണ്ടുവരേണ്ടി വരുമായിരുന്നു എനിക്ക് തോന്നി. അവസാനം എന്നെ ആക്കി വെച്ചത് അതേ ഇങ്ങനെ. ചെന്ന് ചോദിച്ചപ്പോൾ പറയുക ഇതിനൊന്നും ഇനി മരുന്നില്ലെന്ന്. അപ്പോൾ നന്നായിരുന്ന എന്നെ ഇതുപോലെ ആക്കി വയ്ക്കാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞു. അതിനുശേഷം ഒരസുഖത്തിനും മരുന്നെന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് കണ്ടമണ്ട് വേർത്തു പോയി. 4 ഡോക്ടർമാർ എന്നോട് പറഞ്ഞു ഇതിന് ചികിത്സയില്ലെന്ന്. ഒടുവിൽ എൻ്റെ പൊന്നു സഹോദര, പ്രാർത്ഥിക്കുന്നൊരു ദൈവവേദന എന്നോട് പ്രാർത്ഥിച്ചിട്ട് വിളിച്ച് പറഞ്ഞ് ഇന്നേക്ക് 8-ാം ദിവസം ദൈവം നിന്നെ സൗഖ്യമാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 8-ാമത്തെ ദിവസം ഇങ്ങനെ ഇരുന്ന നാവ്, എരിവ്, പുളി, ഉപ്പ്, ചൂട് ഒന്നും കഴിക്കാൻ പാടില്ലാതെ നിന്ന നാവ് കൊണ്ട് ഞാൻ 8-ാമത്തെ ദിവസം ആഹാരം കഴിച്ചു. എൻ്റെ മുഖം ഇന്ന് കാണുന്നത് പോലെ ആയിത്തി. ശാസ്ത്രം വരുത്തി വെച്ച വിനയ്ക്ക് സൗഖ്യം തന്നത് ദൈവമാണ്. ശാസ്ത്രത്തിൻ്റെ ഒരു പുരോഗതി പറയാം. താങ്കൾ മേടിക്കുന്ന വെളിച്ചെണ്ണയുണ്ടല്ലോ, തേങ്ങയുമായിട്ട് ഒരു ബന്ധവുമില്ല, ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ്. താങ്കൾ ഇൻ്റർനെറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അഭിമാനത്തോടു കൂടി പറഞ്ഞല്ലോ. ഇന്നത്തെ ഇൻ്റർനെറ്റ് ത്രികാലജ്ഞാനികൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ? സ്വപ്നം കണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് എടുത്ത് വായിച്ച് കേൾപ്പിച്ചല്ലോ. എന്നാൽ ഇത് വരുത്തി വെച്ചൊരു ഗുണമുണ്ട് പറയട്ടെ. താങ്കളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയെ താങ്കൾ ഒരൊറ്റ അബദ്ധം താങ്കളുടെ ഫോണിൽ ചെയ്താൽ മതി, വിദേശത്തിരിക്കുന്നവർ അത് അടിച്ചു മാറ്റും. ഇവിടെ താങ്കളുടെ ബാങ്കിൽ താങ്കളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണത്തെ വിദേശത്ത് മൈലുകൾക്കകലിയിരിക്കുന്നവന് അത് അടിച്ചു മാറ്റാൻ കഴിയുമെങ്കിൽ ഇത്രയും വലിയ ഉപകാരമൊക്കെ നമുക്ക് മറ്റൊരാൾ അന്യരാജ്യത്തിരുന്ന് ചെയ്തു തരണോ? സഹോദര, ശാസ്ത്രത്തിൻ്റെ പുരോഗതി നിമിത്തം ഇന്ന് ആർക്കാണ് ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നത്? അൺനോൺ നമ്പറിൽ ഒരു കോൾ വന്നാൽ പോലും എടുക്കാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? ഏതെങ്കിലും ഒരു മെസ്സേജ് വന്ന് താങ്കളുടെ ഫോണിൽ കിടന്നാൽ അതിൻ്റെ ലിങ്ക് ഒന്ന് ഓപ്പൺ ചെയ്യാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? എന്താ വിഷയം? ശാസ്ത്രത്തിൻ്റെ പുരോഗതി. അനന്തരഫലം നാശം, സങ്കടം, നഷ്ടം. ക്രിസ്തീയ മാർഗത്തിലെ ഏത് വിശ്വാസമാണ് സഹോദര സമൂഹത്തിന് ദോഷം വരുത്തി വെച്ചിട്ടുള്ളത്? താങ്കൾക്കറിയാമോ, ഈ വിശ്വാസം ഇന്നില്ലായിരുന്നെങ്കിൽ ഒരു ഗ്രാമത്തിലും ഏറ്റവും കൂടുതൽ വേണ്ടത് ജയിലുകളായിരുന്നു. പോലീസുകാർക്ക്, കോടതിക്കും ഒരു മിനിറ്റ് റെസ്റ്റ് കിട്ടത്തില്ല. അത്രയ്ക്കും ഭീകരവാദികളെ പിടിച്ച് സൗമ്യരാക്കി മാറ്റിയ മാർഗമാണ് ക്രിസ്തീയ മാർഗം. ക്രിസ്തീയ മാർഗം വരുത്തി വെച്ച ഒരു വിന, ഒരു നാശം, ഒരെണ്ണം താങ്കൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാമോ? ശാസ്ത്രം വരുത്തി വെച്ചത് ഞാൻ എണ്ണി എൻ്റെ പറയും. ഇപ്പം തന്നെ കുറേ കിട്ടിയില്ലേ? ഇല്ലേ? താങ്കൾ വാങ്ങിക്കുന്ന മുളക് പൊടിക്കകത്ത് മുളകാണെന്നുള്ള രീതിയിലാണ് ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത്. പണ്ടത്തെ മുളകൾക്കൊക്കെ എരിവായിരുന്നു, ഇപ്പോഴെന്തോ വാ പൊള്ളുകയാണ്. ശാസ്ത്രം കണ്ടുപിടിച്ചു, ശാസ്ത്രം ഉയർന്നു. എന്നിട്ടെന്തോ പരിപാടി? ഒരു രോഗത്തിന് മരുന്ന് കഴിച്ചാൽ അടുത്ത രോഗവുമായിട്ടല്ല ചെല്ലുന്നത്. കൈയുടെ നഖം വെട്ടുമ്പോൾ ആ ബ്ലേഡ് ഒന്ന് അല്പം തെന്നിക്കേറി ഒരല്പം ചോരയൊന്ന് പൊടിഞ്ഞാൽ ആശുപത്രിക്ക് ചെല്ലുമ്പോൾ നേരെ ഒരു 36 സ്കാനിങ്, ലക്ഷങ്ങൾ മുടക്കിയ മെഷീൻ മേടിച്ച് വെച്ചിരിക്കുക. അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ലക്ഷങ്ങൾ മുടക്കി പഠിച്ച സ്റ്റാഫുകളെ അവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുക. ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, കറണ്ട് വാടക, ഇതെല്ലാം കൂടെ കണക്ക് കിട്ടുമ്പോൾ ഒരു മാസം എത്ര രൂപ ഉണ്ടാക്കണമെന്ന് അറിയാമോ? താങ്കൾ ധൈര്യമായിട്ട് ചെല്ലും. കാരണം ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത പരിശോധന മാർഗങ്ങളാണ് അവിടെ ഉള്ളത്. എന്നാൽ എൻ്റെ കയ്യിലൊരു ബ്ലേഡ് കൊണ്ടതാണെന്നുള്ള വിചാരമൊന്നുമില്ലാതെ നേരെ പോയി സ്കാൻ ചെയ്യാൻ പോയി നിൽക്കുക. കാരണം ശാസ്ത്രം അത്രയും പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ ഈ ബ്ലേഡ് കൊണ്ടതാണ് ഒരു തുള്ളി ചോരയെ വന്നുള്ളതെന്നൊക്കെ എന്തിനാ പിന്മാറുന്നത് അല്ലേ? ഇന്ന് ശാസ്ത്രം എൻ്റെ പുരോഗതിയിലെത്തിയിട്ട് മുറ്റത്തേക്ക് പോലും ഇറങ്ങാൻ കഴിയില്ലാത്ത വിധത്തിലായിരിക്കുക. ഏത് മതവിശ്വാസമാണ് മനുഷ്യന് ഭീഷണിയായി മാറിയത്, മനുഷ്യന് ദ്രോഹമായി മാറിയത്? ക്രിസ്തീയ മതവിശ്വാസം സമൂഹത്തിന് വരുത്തിവെച്ച ഗുണമറിയണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ മൈക്ക് സാക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ
പോലീസ് ഉദ്യോഗസ്ഥരെയും മനുഷ്യസ്നേഹികളായ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് കേട്ടോ. ആ ജോലിയോട് ആത്മാർത്ഥതയുള്ള, ജനത്തോട് പ്രതിബദ്ധതയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരാ നിമിഷം തന്നെ അതിൻ്റെ പേപ്പർ നീക്കി നിങ്ങളെപ്പോലെയുള്ളവരാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്താ? ഞങ്ങളുടെ ശിക്ഷകളും ഉരുട്ടലും പെരട്ടലും അടിക്കലും ഇടിക്കലും ജയിലും ഇതെല്ലാം നോക്കിയിട്ട് കോണം വരാത്ത മാനസാന്തരപ്പെടുത്തി ഒരു മനുഷ്യനാക്കി എടുക്കാൻ കഴിയാതെ പോകുമ്പോൾ നിങ്ങളുടെ ഒരൊറ്റ വാക്ക് മതി ഉപദേശിമാരെ ഒരു മൃഗത്തെ മനുഷ്യനാക്കി മാറ്റാൻ. മനുഷ്യൻ തള്ളിക്കളയുന്നവനെ മനുഷ്യനായി ജനിച്ചു എന്നുള്ള ഭാവത്താൽ വളർത്തിയെടുത്ത് ഒരുവിൽ മൃഗതുല്യമായി ക്രൂര നിഷ്ഠൂര പ്രവൃത്തികൾ ചെയ്ത് ജയിലുകളിൽ അടയപ്പെട്ട് കിടക്കുന്നവരെ മനുഷ്യരാക്കി മാറ്റാമെന്നുള്ള ശ്രമത്തിൽ പലവിധ ശിക്ഷാ നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടും ക്രൂരമായ പ്രവർത്തികൾക്ക് വിധേയപ്പെടുത്തി വിട്ടിട്ടും മനസ്സിനല്പം പോലും മാറ്റം വരാതെ വീണ്ടും മൃഗതുല്യമായി ഹൃദയം കഠിനപ്പെട്ടു പോകുന്ന ആ മൃഗങ്ങളെ സുവിശേഷത്തിൻ്റെ 2 വാക്കുകൾ കൊണ്ട് മനുഷ്യരാക്കി മാറ്റുവാൻ കഴിഞ്ഞുവെങ്കിൽ ഈ മതവിശ്വാസം താങ്കൾക്ക് എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഇവിടുത്തെ മനുഷ്യൻ നന്നായി ജീവിക്കുന്നതും സമാധാനത്തിൽ ജീവിക്കുന്നതും ഐശ്വര്യത്തോടു കൂടി ജീവിക്കുന്നതും പരസ്പര സ്നേഹത്തോടു കൂടി ജീവിക്കുന്നതും സഹോദര നീ കുടിക്കരുത്, നീ മദ്യപിക്കരുത്, നിൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കണം, നിൻ്റെ അയൽവാസികളെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഉപദേശമാണോ സഹോദര സന്തോഷ് താങ്കൾക്ക് സമൂഹത്തിന് ഏറ്റവും വലിയ വിഡ്ഢിതനമായി തോന്നിയത്? വിവരക്കേടുകൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു പരിമിതിയുണ്ട്. അടുത്ത ചോദ്യമാ, ഈ തെണ്ടിത്തരം കാണിക്കുന്ന മനുഷ്യനെയൊക്കെ അന്നൊന്ന് ശിക്ഷിക്കുമായിരുന്നെങ്കിൽ. നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തനെ ഇവിടെ കാണിച്ചു. അയ്യോ, ഈ പാവം മനുഷ്യനെ സർവശക്തനായ ദൈവത്തിൻ്റെ ഉപദേശ സമിതിയിൽ ഒന്ന് ചേർക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, ആ ദൈവത്തിന് വേണ്ട ഉപദേശമൊക്കെ കൊടുത്ത് ഇച്ചിരി ബുദ്ധിപരമായിട്ടൊക്കെ ഒന്ന് രാജ്യം ഈ ലോകത്തെ ഭരിപ്പാൻ ദൈവത്തിന് ഇച്ചിരി ബുദ്ധിയൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ ഈ മനുഷ്യൻ മതിയായിരുന്നല്ലോ. എൻ്റെ പൊന്നു സഹോദര, ഇതിനൊക്കെ ഒരു സമയമുണ്ട്. വിശുദ്ധ ബൈബിൾ അത് പറയുന്നുണ്ട്. വാക്യങ്ങൾ വേണോ? ബൈബിൾ ഉണ്ടെങ്കിൽ എടുത്ത് വായിച്ചോളാമോ? ഞാൻ പറഞ്ഞു തരാം. പുതിയ നിയമത്തിൽ തീമത്യോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കണം. അവിടെ ഒരു അലക്സാണ്ടർ എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ചെയ്ത ദ്രോഹത്തിന് അദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കുന്നതിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. മത്തായി സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഈ ശിക്ഷ കൊടുക്കുന്ന സമയത്തെക്കുറിച്ച്. അതിലൊരു വാക്യം ഞാൻ പറയാറുണ്ട്. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മനുഷ്യൻ പറയുന്ന ഏതൊരു നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്തിന്? ഒരു നിസാര വാക്കിന് പോലും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെങ്കിൽ താങ്കളുടെ ഭാഷയിലുള്ള തെണ്ടിത്തരത്തിനും മറുപടിയില്ലെന്നാണോ വിശ്വസിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, താങ്കൾ ഇതുപോലെ വിശ്വാസത്തെ, ഈശ്വര വിശ്വാസത്തെയും വിശ്വാസികളെയും ഖനിക്കുന്ന ഈ തെണ്ടിത്തരം, അല്ല അങ്ങനെ ഒരു പദമല്ല ഉപയോഗിച്ചേ, ഈ സാധനം ഉപയോഗിച്ചതിന് ഇന്ന് തന്നെ ശിക്ഷ കിട്ടിയാൽ നാളെ ഇതുപോലെ വേറൊരാൾ തയ്യാറാകത്തില്ല. ഇതിനും താങ്കൾക്ക് മുൻപേ പറഞ്ഞിട്ട് പോയവർക്ക് അന്നൊരു ശിക്ഷ കൊടുത്തായിരുന്നെങ്കിൽ താങ്കൾ ഇത് പറയത്തില്ല. അപ്പോൾ ദൈവത്തിന് അബദ്ധം പറ്റിയില്ലേ? ഇല്ല സഹോദര, ഇതിനൊരു സമയം വെച്ചിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം വായിക്കുക. അതിന് ബൈബിൾ പറയുന്നത് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തി നല്ലതായാലും തീയതായാലും അതിന് തക്ക പ്രതിഫലം വാങ്ങുവാൻ അവൻ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അന്നാ സഹോദര ശിക്ഷ. അന്നന്ന് കൊടുക്കുന്ന പരിപാടിയില്ല കേട്ടോ അവിടെ. വേണ്ട, ഇവിടുത്തെ കോടതി ഇപ്പോഴൊക്കെയാണല്ലോ ഒരു കേസ് കൊടുത്താൽ വളരെ അതിവേഗ കോടതികളൊക്കെ. പണ്ടൊക്കെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, ഈ സിവിൽ കേസ് ഉണ്ടാക്കി വെച്ചിട്ട് 18 വർഷം കഴിഞ്ഞിട്ടുള്ള വിധി വരികയുള്ളൂ. അത് കണ്ടിരിക്കട്ടെ, മറ്റുള്ളവൻ്റെ പറമ്പിൽ കയറ്റി ഒരു അടയ്ക്കാമരം നട്ടിട്ട് പറയുക 18 വർഷം കഴിയുമ്പോഴല്ലേ വിധി വരുള്ളൂ, എനിക്ക് 18 വർഷത്തെ ആദായം മതി. താങ്കൾക്കുണ്ടായിരുന്നെങ്കിൽ ചോദിക്കായിരുന്നല്ലേ? ബഹുമാനപ്പെട്ട കോടതി കേസ് കൊണ്ടുപോയി കൊടുത്ത് അപ്പോൾ തന്നെ അവൻ വിധിയും പറഞ്ഞിട്ട് കൊണ്ട് പറഞ്ഞു വിടുകയായിരുന്നെങ്കിൽ, ആ തൂക്കിക്കൊല്ലമുണ്ട് അന്നേരം തന്നെ തൂക്കിക്കൊല്ലുമായിരുന്നെങ്കിൽ ഇത്തരം പരിപാടി നടക്കുമെന്നോ ഇവിടുത്തെ കോടതിയോട് ചോദിക്കാൻ താങ്കൾക്ക് നട്ടലുണ്ടോ? എന്നിട്ട് പാപം പിടിച്ച ഈശ്വര വിശ്വാസികളോട് ചോദ്യം ചോദിക്കാൻ വന്നേക്കുന്നത്. അടുത്തത് ഒരെണ്ണം കേട്ടോ. ഒരു 2 വയസ്സുകാരൻ കുഴൽക്കിണറിൽ വീണ് 48 മണിക്കൂർ നേരം ജീവന് വേണ്ടി യാചിച്ച് അവൻ ഒന്നും ചെയ്യാൻ പറ്റാതെ, അനങ്ങാൻ പറ്റാതെ ഒരു കുഴൽക്കിണറിനകത്ത് ശ്വാസം പോലും കിട്ടാതെ 2 മണിക്കൂർ കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ചു പോകുന്നു. ദൈവം ആരെ ശിക്ഷിച്ചത്? 2.5 വയസ്സ് പ്രായമുള്ളൊരു കൊച്ച് 24 മണിക്കൂർ കുഴൽക്കിണറിനകത്ത് കിടന്ന് ഇഞ്ചിഞ്ചിഞ്ചായി മരിച്ചു പോയി. ആരുടെ ശിക്ഷ? ഇത് കേട്ടാൽ ഏതൊരു മനുഷ്യൻ്റെ കണ്ണ് നനയും.
ബ്രദർ സന്തോഷ് കുളങ്ങരോടുള്ള സ്നേഹം വർദ്ധിക്കും. കാരണം ആ കൊച്ചു കുട്ടിയോടുള്ള തൻ്റെ സ്നേഹമാണ് ഈ ചോദ്യം ചോദിക്കാൻ തന്നെ മനസ്സിനെ പ്രേരിപ്പിച്ച്. ഇന്ന് തിരിച്ചൊന്ന് ചോദിക്കട്ടെ, ഈ 2.5 വയസ്സ് പ്രായമുള്ളൊരു കൊച്ച് വീഴാൻ തക്ക അത്രയ്ക്കും റൗണ്ടുള്ള തുറന്നു കിടക്കുന്നൊരു കുഴൽക്കിണർ ഇന്നലത്തെ മഴയിൽ മുളച്ചു വന്ന തകര പോലെ വന്നതൊന്നും അല്ലല്ലോ. ഏതോ ഉരുള് പൊട്ടിയപ്പോൾ മലയുടെ മുകളിൽ നിന്ന് ഉരുണ്ട് വന്ന കല്ല് പോലെ വന്നിരുന്നതൊന്നും അല്ലല്ലോ ഈ കുഴൽക്കിണർ. മനുഷ്യർ കുട്ടികളടക്കം താമസിക്കുന്ന ഈ മേഖലയിൽ അതിൻ്റെ മുഖം അടച്ചു വയ്ക്കാതെ ഇത്രയ്ക്കും വലിപ്പമുള്ള ഒരു കുഴൽക്കിണർ അങ്ങനെ ശേഷിപ്പിച്ച ആ മനുഷ്യരുടെ വിഡ്ഢിത്തരത്തിന് ദൈവം വേണോ സമാധാനം പറയാൻ? കോൺട്രാക്റ്റ് എടുത്തവൻ അത് ചിലപ്പോൾ പണിത് അതിൻ്റെ കാശും മേടിച്ചിട്ട് അവിടെ പോകും, അവൻ വിട്ടുപോയി. ഈ ഗ്രാമനിവാസികളുടെ അയൽപക്കത്ത് താമസിക്കുന്ന കൊച്ചു കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരെ എവരുടെ കണ്ണവിടെയായിരുന്നു? അവർക്കൊരു ഉത്തരവാദിത്വമില്ല. ആ ദേശത്ത് ആ ഗ്രാമത്ത് ജനപ്രതിനിധിയില്ലായിരുന്നോ? ഇതിവിടെ കുത്താൻ സ്ഥാനം കാണിച്ചു കൊടുത്ത കമ്മീഷൻ മേടിച്ചുകൊണ്ട് പോയ ആൾക്കാരില്ലേ ഇവിടെ കുത്തിക്കോളം പറഞ്ഞ്? അവരുടെയൊന്നും ശ്രദ്ധയിൽ ഇത് പെട്ടില്ല ഈ ഗ്രാമത്തിൽ കൊച്ചു കുട്ടികളുള്ളതാണെന്ന്. യവനൊക്കെ കാണിച്ചു വെച്ച താങ്കൾ ആദ്യം പറഞ്ഞ പോലെ രണ്ടിത്തരത്തിന് ദൈവം വേണോ മറുപടി പറയാൻ? അല്ല, ഈ കുട്ടിക്ക് അപ്പനും അമ്മയില്ലേ? ചില ആൾക്കാരൊക്കെ ഇങ്ങനെ രാവിലെ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് പണിയാൻ പോകുകയാണ്, എൻ്റെ പറമ്പിൽ എലി കയറാതെയും പട്ടി കയറാതെ നോക്കണമെന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെ നേർച്ചിട്ടേച്ച് പോകുമ്പോൾ അവിടെ പറമ്പിൽ പോയി എലീനെ കാത്തിരിക്കാൻ ദൈവം ഉണ്ടെന്ന് ചിലരൊക്കെ വിശ്വസിക്കുന്നത് പോലെ 2.5 വയസ്സുള്ള കൊച്ച്, നടക്കാൻ പ്രായമുള്ളൊരു കൊച്ച് വീട് വിട്ട് പുറത്തേക്ക് പോയപ്പോൾ എങ്ങോട്ട് പോയെന്ന് നോക്കാതെ തള്ള വാട്സാപ്പിലും തോണ്ടി ഫേസ്ബുക്കിലും തോണ്ടി ഇരുന്നിട്ട് പിന്നെ ദൈവം എന്നാ ഇതിൻ്റെ പുറകെ നടക്കാൻ ദൈവം എന്നാ ഒരു ഡേ കെയർ സെൻ്റർ നടത്തുന്നുണ്ടായിരുന്നു അവിടെ. കുട്ടികളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരെ ഞാൻ നോക്കിക്കോളാം, കിണറ്റിലും വീഴാതെ വെള്ളത്തിലും വീഴാതെ ഞാൻ നോക്കിക്കോളാം. കാരണന്മാർ പണിയാൻ പോകുമല്ലോ, തള്ളന്മാർ ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ തോണ്ടിയിരുന്നോ ഞാൻ പിള്ളേരെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവിടെ ദൈവം എന്നാ ഒരു ഡേ കെയർ സെൻ്റർ നടത്തുന്നുണ്ടായിരുന്നു. മനുഷ്യൻ കാണിച്ചു വയ്ക്കുന്ന വിവരദോഷത്തിന് ദൈവം സമാധാനം പറയണം അത്രേ. എൻ്റെ പൊന്നു സഹോദര, താങ്കൾക്ക് നല്ലൊരു അംഗീകാരമുണ്ട്, ഇപ്പോഴും ഉണ്ട്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ മറ്റുള്ള രാജ്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ താങ്കളോട് ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഈ പാമ്പും കോണിയും കളിക്കുന്ന പരിപാടി കണ്ടിട്ടില്ലേ? കട്ടയിട്ട് നോക്കി സംഖ്യ കണ്ടു എടുത്തു വെച്ചു ഒരു നമ്പർ, ആ ഒരു ഗോവണിയാണ്. പെട്ടെന്ന് ഗോവണി കൂടെ കയറി 5-8 കളത്തിനപ്പുറം ചെന്നു, വീണ്ടും ഇട്ട് കുറക്കി അടുത്തൊരു ഗോവണി വീണു, വീണ്ടും പ്രൊമോഷൻ കിട്ടി. കയറി അങ്ങോട്ട് പോയി 100 വരെ ചെല്ലണം. 98 ചെന്നപ്പോൾ ഒന്ന് കുത്തി, 2 വീണെങ്കിൽ 100-ൽ വീഴും. കാലൊക്കെ ഇടുന്ന 1 വീണെങ്കിൽ അവിടുന്ന് പാമ്പ് വിഴുങ്ങി 2 കൊണ്ടുവരും. സഹോദര, താങ്കളുടെ അധ്വാനത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായി അനേക രാജ്യങ്ങളിലൂടെ പോയി. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ വിവിധ ജനങ്ങളെക്കുറിച്ചും അവിടുത്തെ ഗ്രാമനിവാസികളെക്കുറിച്ചും അവരുടെ ജീവിതശൈലി സംസ്കാരത്തെക്കുറിച്ചൊക്കെയും സമൂഹത്തിലേക്ക് വിളമ്പി തന്നപ്പോൾ താങ്കൾക്ക് ഗോവണിപ്പടിയെ താങ്കൾ ചവിട്ടിക്കയറുകയായിരുന്നു. സമൂഹത്തിൽ താങ്കളുടെ അംഗീകാരം ഉയർന്നു വരികയായിരുന്നു. പക്ഷെ 98 വന്നപ്പോൾ ആവശ്യമില്ലാത്ത ഒരു സബ്ജക്റ്റ് എടുത്തത് 1 വീണു, പാമ്പ് വെട്ടി താങ്കളെ 2ലേക്ക് കൊണ്ടുവന്നു. ഇതുവരെ കയറിയ ഗോണിയൊക്കെ മറിഞ്ഞു പോയില്ലേ സഹോദര? ഈ വിവരക്കേട് വിളിച്ച് പറയേണ്ട കാര്യമുണ്ടായിരുന്നോ? അത് ബൈബിൾ വിശ്വാസം. ഇപ്പോൾ വേറൊരു സംഭവമുണ്ട്. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നവർക്കൊക്കെ ഈശ്വര വിശ്വാസം ഇല്ലാത്ത നിരീശ്വരവാദിക്കും അവനും ഇവനും എല്ലാം ബൈബിൾ മാത്രമേ വിഷയമുള്ളൂ, വേറെ സമൂഹത്തിലൊന്നുമില്ല. എൻ്റെ പൊന്നു സഹോദര, താങ്കൾ ഈ ഈശ്വര വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ സമയത്ത് താങ്കൾ മേടിച്ചുകൊണ്ട് വന്ന ആ മാവേലി സ്റ്റോറിൽ നിന്ന് മേടിച്ചൊന്ന് വെളിച്ചെണ്ണയില്ലേ, ആ വെളിച്ചെണ്ണയുടെ ഒരു പാക്കറ്റ് പൊട്ടിക്കാതെയും ഒരു പാക്കറ്റ് പൊട്ടിച്ച് കുറച്ച് എടുത്തിട്ട് അതിൻ്റെ ആ മെഴുകും അതിനകത്തുള്ള കെമിക്കലും ഒക്കെ ഒന്ന് ലാബിൽ കൊണ്ടുപോയി ഒന്നോടെ പരിശോധിപ്പിച്ച്, ശാസ്ത്രം പുരോഗമിച്ചല്ലോ, ആ ലാബിൽ കൊണ്ടുപോയി ഒന്ന് പരിശോധിപ്പിച്ചിട്ട് ഇത് കൊണ്ടുപോയി കാണിച്ചിട്ട് കുറഞ്ഞ പക്ഷേ ഇവിടുത്തെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയെങ്കിലും അറിയിച്ചിട്ട് ഇത് എന്തുവാണോ പോയി കാണിച്ചു വെച്ചേക്കണമെന്ന് ചോദിച്ച് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാൻ താങ്കൾക്ക് നട്ടലുണ്ടോ? എന്നിട്ട് ഇവിടെ സമൂഹത്തിന് നന്മ മാത്രം, മനുഷ്യന് ആശ്വാസവും സമാധാനവും കൊടുക്കുന്ന ജീവൻ്റെ മാർഗത്തിൽ വിശ്വസിക്കുന്നതിനെ പരിഹസിക്കാൻ വന്നേക്കുന്നു. താങ്കൾ ഇത് കണ്ടുപിടിക്കുക. താങ്കൾ ഉപയോഗിക്കുന്ന മുളക് പൊടി അല്പടുത്ത് വെള്ളത്തിലിട്, എന്നിട്ട് ആ അടിയിൽ ഊറിക്കിടക്കുന്ന ആ ഓടുണ്ടല്ലോ അതുകൊണ്ട് നേരെ അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് ചോദിക്കുന്നത് എന്തോ കാണിച്ചു വെച്ചേക്കുന്നതെന്ന്.
അപ്പോൾ ഈ ആവശ്യമില്ലാത്ത വിഷയത്തിലേക്ക് കയറി തോണ്ടി ജനം തരുന്ന വില കളയല്ലേ സ്നേഹിത. എല്ലാവർക്കും പേരെടുക്കാനും പെരുമയെടുക്കാനും വൈറലാകാനും ബൈബിളാണ്. ക്രിസ്തീയ വിശ്വാസത്തെയും സുവിശേഷകരെയും അങ്ങോട്ട് കരിവാരി തേച്ചാൽ പെട്ടെന്ന് വൈറലാകുമല്ലോ. ഞങ്ങൾക്ക് പഠിപ്പിക്കുന്ന ആശയം, ഞങ്ങൾ വിശ്വസിക്കുന്ന ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തെറ്റായി പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതെന്നെ ബോധ്യപ്പെടുത്ത്. എന്നോട് ഇതേ ചോദ്യം ചോദിക്കേ, അതാണ് വേണ്ടത്. അപ്പോൾ സ്നേഹിത സന്തോഷ് കുളങ്ങര, താങ്കൾക്ക് നല്ലൊരു പേരുണ്ട്, അത് കളയല്ലേ. കുട്ടികളെ പറക്കാൻ നടക്കുന്ന ദൈവമല്ല സർവശക്തനായ ദൈവം. അതിൻ്റെ ഉത്തരവാദിത്വം അപ്പനും അമ്മയ്ക്കുള്ളതാണ്. മൂടാതെ കിടക്കുന്ന കുഴൽക്കിണറുണ്ടെന്ന് ബോധ്യമുണ്ടായിരുന്നവർ കുട്ടികളെ സൂക്ഷിക്കേണ്ടത് അവരുടെ കടമയായിരുന്നു. അതുകൊണ്ട് മതങ്ങൾ പഠിപ്പിക്കുന്ന, അതൊന്ന് കേട്ടെ, നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിച്ച മണ്ടത്തരങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കരുത്. ഈ മതങ്ങൾ പഠിപ്പിക്കുന്ന വിഡ്ഢിത്തരങ്ങൾ സമൂഹത്തെ അടിച്ചേൽപ്പിക്കുന്നു. ഇവിടെ ആരാണ് സഹോദര അടിച്ചേൽപ്പിക്കുമെന്ന്? അടിച്ചേൽപ്പിക്കാൻ വരുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന സാധനമാണ്. സകലമാന കടയിൽ കിട്ടുന്ന വെളിച്ചെണ്ണയും ഇത്തരത്തിലുള്ള മെഴുകും കെമിക്കലും ആണെങ്കിൽ അടിച്ചേൽപ്പിക്കുകയല്ലേ, വേറെ ഒറിജിനൽ കിട്ടാൻ നിർവാഹമില്ലല്ലോ. ഈ കെമിക്കൽ കലർത്തിയ ഓടുപൊടി, മുളക് പൊടി എന്ന് പറഞ്ഞ് തരുമ്പോൾ എല്ലായിടത്തും ഇത് കിട്ടുമ്പോൾ ഇതല്ലാതെ വാങ്ങിക്കാൻ വേറെ മാർഗമൊന്നുമില്ല, അതല്ലേ അടിച്ചേൽപ്പിക്കുന്നേ. അവിടെ താങ്കൾ ആദ്യം പറഞ്ഞ ആ വലിയ ശാസ്ത്രം ഉണ്ടല്ലോ, അങ്ങ് പൊക്കി പിടിച്ച ശാസ്ത്രം ഉണ്ടല്ലോ, ആ ശാസ്ത്രത്തിൻ്റെ പരിണതഫലമായി ഇന്നും മേടിച്ചു കിട്ടുന്ന വിഷങ്ങളുണ്ടല്ലോ, അതിനെതിരെ ആദ്യം പ്രതികരിക്കുക. അങ്ങനെ ഒരു നന്മ സമൂഹത്തിന് കൊണ്ടുപോകാം, എന്നിട്ട് നമുക്ക് ബാക്കി പിന്നെ കാണാം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി അഥവാ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ കേട്ടിട്ട് അയ്യോ സന്തോഷ് കുളങ്ങര പറഞ്ഞാൽ എന്തോ കാതലാണെന്ന് ചിന്തിച്ചവരുണ്ടെങ്കിൽ ഇപ്പോൾ ബ്രെയിനിൽ നിന്ന് അതെല്ലാം ഡിലീറ്റായി പോകാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സഹോദരൻ ഈ സബ്ജക്റ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമുക്ക് കൂടിക്കാണാം വേറിട്ട ചിന്തയിൽ പുതിയ പഠന വിഷയമായി. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.